അപ്പോൾ ക്രിസ്മസിന് ന്യൂ ഇയറൊക്കെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ചയ്ക്കത്തെ പരിപാടിയായി ഉച്ചയോടെ കഴിഞ്ഞ് പയ്യെ എങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇത്രയൊന്നും പറഞ്ഞിട്ടാണല്ലേ വീട്ടിൽ തന്നെ ഇരിക്കുക. അങ്ങനെ ഈ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണ്. അങ്ങനെ മനു ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പയ്യെ അങ്ങനെ ഇപ്പം യാശുവിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ. മുമ്പാണെങ്കിൽ ഇവന് ഒരിടത്ത് കൊണ്ടുപോകാനൊക്കത്തില്ലായിരുന്നു. ഇപ്പം പിന്നെ എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വന്നോളും. അങ്ങനെ അവരെ വിളിച്ച് ഞങ്ങൾ ബസ്സിൽ പോവുകയാണ്. ഞങ്ങൾ വാടിയിൽ പോവുകയാണ്. ഇത് കൊല്ലത്താണ്. അപ്പോൾ ഇത് വാടിപ്പള്ളിയാണ്. ഞങ്ങൾ കൊല്ലംകാരാണ്. അമ്മയുടെ വീട്ടിലാണ് പോകുന്നത്. കുറച്ച് താമസിച്ചാണ് ഇറങ്ങിയത്. വൈകുന്നേരമൊക്കെ എന്നാലല്ലേ ഈ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ഒരു വൈബ് നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വീട്ടിലെത്തി. പക്ഷേ അമ്മാമ്മ വീഡിയോ എടുക്കാനായിട്ട് വലിയ താല്പര്യം കാണിച്ചില്ല. അമ്മയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. കാരണം അമ്മാമ്മ ഇട്ടിരിക്കുന്ന നൈറ്റാണ്. അല്ലെങ്കിൽ പോയി സാരി എടുത്തുകൊണ്ട് വരണമെന്ന് വെച്ചു. ഞാനായിട്ട് എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ തിരിച്ചതേ എൻ്റെ ബാഗിൽ കിടന്ന ഒരു അലിഞ്ഞ മുട്ടായി തിന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൊട്ടി കൂടെ പോകുമ്പോൾ വീണ്ടും പള്ളിയിൽ കയറി. കാരണം നേരത്തെ വന്നപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ. എന്നാൽ പിന്നെ എല്ലാം ഒന്ന് വിശദമായിട്ടൊന്നും കാണാം. ക്രിസ്മസിന് പിന്നെ പള്ളിയിൽ കയറില്ലേ പിന്നെ എപ്പോഴല്ല കയറിയെല്ലാം ഒന്ന് കാണാൻ പറ്റുക. അങ്ങനെ പയ്യെ ഞങ്ങൾ മൂന്നും കൂടെ റോട്ടിലെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ ക്രിസ്മസിൻ്റെ ഓരോ ഇതും കണ്ട് പയ്യെ വീട്ടിലെത്തിയപ്പോഴത്തേന് മണി 9 പക്ഷേ എന്നാലും ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിലെ കാഴ്ചകൾ നടക്കുന്നൊരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം.